പലതരം തട്ടിപ്പുകളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. സ്ത്രീകളെ വേട്ടയാടുന്ന അസ്വസ്ഥജനകമായ ഒരു തട്ടിപ്പാണ് ഇപ്പോൾ വാർത്തകളിൽ. അതും ഗർഭം ധരിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളെ. സംഭവം നൈജീരിയയിലാണ്. ഡോക്ടർമാരാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഫെർട്ടിലിറ്റി ക്ലിനിക്കുകളിൽ എത്തുന്ന സ്ത്രീകളിൽ അത്ഭുത ഗർഭം അല്ലെങ്കിൽ നിഗൂഢമായ ഗർഭമുണ്ടാക്കുന്ന തട്ടിപ്പ് സംഘത്തെ പറ്റിയുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നൈജീരിയയിലാണ് തട്ടിപ്പ് സംഘം പ്രവർത്തിക്കുന്നത്. കുട്ടികൾ ഉണ്ടാകാത്ത സ്ത്രീകൾ നേരിടുന്ന സാംസ്കാരികവും അതുപോലെ സാമൂഹികവുമായ സമ്മർദ്ദങ്ങളെ ചൂഷണം ചെയ്യുന്ന സംഘം. BBC ആഫ്രിക്ക ഐയുടെ റിപ്പോർട്ടിലൂടെയാണ് തട്ടിപ്പിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തായത്. നൈജീരിയയിലെ അനംബ്ര സംസ്ഥാനത്താണ് അത്ഭുത ഗർഭം അല്ലെങ്കിൽ നിഗൂഢ ഗർഭം അഥവാ ക്രിപ്റ്റിക് പ്രഗ്നൻസി തട്ടിപ്പ് സംഘം പ്രവർത്തിക്കുന്നത്. കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികളാണ് ഈ ഫെർട്ടിലിറ്റി ക്ലിനിക്കുകളിൽ ചികിത്സ തേടിയെത്തുന്നത്. ഡോക്ടർമാരാണെന്ന വ്യാജേനെ ശാസ്ത്രീയമല്ലാത്ത ചികിത്സകൾ നടത്തിയും മരുന്നുകൾ നൽകിയും ദമ്പതികളുടെ വിശ്വാസം കയ്യിലെടുത്തിരുന്നു ഇവർ. കുട്ടികളില്ലെന്ന് പറഞ്ഞെത്തുന്ന സ്ത്രീകളിൽ ഇവർ പലതരം ചികിത്സ നടത്തും. $100,000 ചിലവ് വരുന്ന ചികിത്സകളിൽ പലപ്പോഴും കുത്തിവയ്പ്പുകളോ അല്ലെങ്കിൽ പാനീയങ്ങളോ മറ്റോ നൽകുന്നു. ഈ പദാർത്ഥങ്ങൾ ചിലപ്പോൾ വീർത്ത വയറുപോലുള്ള ശാരീരിക മാറ്റങ്ങൾക്ക് കാരണമാകുന്നു. അങ്ങനെ ഈ ഒരു ശാരീരിക മാറ്റം സ്ത്രീകളെ അവർ ഗർഭിണിയാണെന്ന് ബോധ്യപ്പെടുത്തുന്നു. മറ്റ് ഡോക്ടർമാരെ കാണരുതെന്നും സംഘം മുന്നറിയിപ്പ് കൊടുക്കും. കൂടാതെ ഗർഭപാത്രത്തിന് പുറത്ത് വളരുന്നതായി ആരോപിക്കപ്പെടുന്ന കുഞ്ഞിനെ മെഡിക്കൽ പരിശോധനയ്ക്കോ സ്കാനിങ്ങിനോ കണ്ടെത്താൻ കഴിയില്ലെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു. പരമ്പരാഗത ഡോക്ടർമാരെ സന്ദർശിക്കരുതെന്നും മറ്റ് അംഗീകൃത ടെസ്റ്റുകളോ സ്കാനിങ്ങളോ ചെയ്യരുതെന്നും തട്ടിപ്പ് സംഘം ഇവർക്ക് നിർദ്ദേശം നൽകുമെന്നും BBCയുടെ അന്വേഷണത്തിൽ വ്യക്തമായി. അതേസമയം ക്ലിനിക്കിലെ ചികിത്സയ്ക്ക് പിന്നാലെ താൻ 15 മാസം വരെ ഗർഭം ധരിച്ചിട്ടുണ്ടായിരുന്നുവെന്നാണ് തട്ടിപ്പിനിരയായ ചിയോമ എന്ന സ്ത്രീ BBCയോട് പറഞ്ഞത്. പ്രസവിക്കാൻ സമയമാകുമ്പോഴാണ് അടുത്ത ആവശ്യവുമായി തട്ടിപ്പ് സംഘം സ്ത്രീകളെ സമീപിക്കുന്നത്. പ്രസവത്തിന് മുമ്പ് വില കൂടിയതും അതുപോലെ അപൂർവവുമായ ഒരു കുത്തിവയ്പ് എടുക്കണമെന്ന് വ്യാജ ഡോക്ടർമാർ സ്ത്രീകളോട് പറയും. അതിനുള്ള പണവും ആവശ്യപ്പെടും. കുത്തിവയ്പ് എടുത്ത ഉടനെ സ്ത്രീകൾ മയങ്ങിപ്പോകും. പ്രസവം കഴിഞ്ഞെന്ന് വിശ്വസിച്ചാണ് പലരും മയക്കം വിട്ട് എഴുന്നേൽക്കുന്നത് പോലും. ഈ കുത്തിവയ്പ്പിന് ശേഷം മാനസിക വിഭ്രാന്തി അനുഭവപ്പെട്ടതായും ചിലർ പറഞ്ഞു. ഈ ഹാലുസിനേഷനിൽ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച കേസുകളുമുണ്ട്. തട്ടിപ്പിനിരായ മറ്റൊരു സ്ത്രീയും തന്റെ പ്രസവാനുഭവം തുറന്നു പറഞ്ഞു. ഇടുപ്പിന് ഒരു മരുന്ന് കുത്തിവെച്ചെന്നും പാതി മയക്കത്തിൽ ഡോക്ടർ തന്നോട് പുഷ് ചെയ്യാൻ പറഞ്ഞെന്നും ഇവർ പറയുന്നു. വളരെ വേദന നിറഞ്ഞ അനുഭവമായിരുന്നു എന്നും ഇവർ പറയുന്നുണ്ട്. ഇത്തരം തട്ടിപ്പ് കേന്ദ്രങ്ങളിൽ അനംബ്രയിലെ ആരോഗ്യവകുപ്പ് റെയ്ഡ് നടത്തിയിരുന്നു. അപ്പോഴാണ് ഈ കേന്ദ്രങ്ങളോട് ചേർന്ന് കുറച്ച് സ്ത്രീകളെ അവരുടെ സമ്മതമില്ലാതെ പാർപ്പിച്ചിരിക്കുന്നത് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പ്രായപൂർത്തിയാകാതെ ഗർഭം ധരിച്ച പെൺകുട്ടികളും ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു. തങ്ങളുടെ നവജാത ശിശുക്കളെ തട്ടിപ്പ് സംഘത്തിന് വിൽക്കാൻ ഇവർ നിർബന്ധിതരാകുന്നതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ജനനനിരക്കിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് നൈജീരിയ. ഇവിടെ കുഞ്ഞുങ്ങളില്ലാത്ത സ്ത്രീകൾ അനുഭവിക്കുന്ന കടുത്ത മാനസിക സമ്മർദ്ദമാണ് തട്ടിപ്പ് കേന്ദ്രങ്ങളിലേക്ക് ഇവരെ നയിക്കുന്നത്. ഏതായാലും തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തു വന്നതോടെ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ക്ലിനിക്കുകൾ റെയ്ഡ് ചെയ്യാൻ അനംബ്രയിലെ ആരോഗ്യവകുപ്പ് മുന്നോട്ട് വന്നു കഴിഞ്ഞു. ഫെർട്ടിലിറ്റി ചികിത്സകൾ കൃത്യമായി പരിശോധിക്കുന്ന സംവിധാനം ഒരുക്കണമെന്ന് കമ്മീഷണർ ഇഫി ഒബിനാബു ആവശ്യപ്പെട്ടിട്ടുമുണ്ട്.